നമസ്കാരം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ളത്. തൂത്തുക്കുടിയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ തന്നെ തൂത്തുക്കുടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുന്ന് നേരെ തിരുനെൽവേലി ഭാഗത്തേക്കാണ് പോയത്. ആ സമയത്ത് ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് തൂത്തുക്കുടിയുടെ കാഴ്ചകളൊന്നും ചിത്രീകരിക്കാതിരുന്നതെന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മുഴുവനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ തൂത്തുക്കുടിയുടെ കാഴ്ചകൾ കാണാം. ഇതാണ് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ, തൂറ്റിക്കോറി. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ തന്നെ ഒരു ബോർഡുണ്ട്, വെൽക്കം ടു പേൾ സിറ്റി. ഈ ഒരു തൂത്തുക്കുടീനെ മുത്തുനഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനിയിപ്പം ഇവിടെ നമുക്ക് നേരെ ടൗൺ ഭാഗത്തേക്ക് പോകേണ്ട വഴിയാണ്. അതിന് മുന്നേ തന്നെ ആദ്യം റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് കാഴ്ചകളിലോട്ട് പോകാം. തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ അവസാനിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TN ആണ്. ഈ ഒരു ട്രെയിൻ മൈസൂരിൽ നിന്ന് ഇവിടെ തൂത്തുക്കുടിയിലേക്ക് വന്ന ട്രെയിനാണ്. ഇതിനിപ്പോൾ വൈകുന്നേരം ഇവിടുന്ന് തിരിച്ചു പോകും. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗം വളരെ പഴക്കം ചെന്നൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തെ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലൂടെ തന്നെ ഒരു റോഡും ഉണ്ട്, അതാണ് നല്ല ശബ്ദം. ഇതൊക്കെയാണ് ആ ഒരു പഴയ ഭാഗങ്ങൾ. തൂത്തുക്കുടിയിൽ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതുപോലെ തന്നെ അങ്ങ് അവിടെ തൂത്തുക്കുടി എന്ന് എഴുതിയിട്ടുള്ള വലിയൊരു ബോർഡ്, അതാ തൂത്തിക്കോറി, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇവിടെ പറയുക. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നേരത്തെ കണ്ട ഒരു മൈസൂർ എക്സ്പ്രസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബോർഡുള്ളത്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. പിന്നെ ഈ ഒരു ഭാഗത്തന്നെ റെയിൽവേ കല്യാണ മണ്ഡപമുണ്ട്. റെയിൽ കല്യാണ മണ്ഡപം എന്നാണ് പറയുക. ഇതിൻ്റെ അകത്തുനിന്ന് കല്യാണമൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടാവും. റെയിൽ കല്യാണ മണ്ഡപം എന്ന് എഴുതിയതുണ്ട്. അത് ഈ ഒരു തൂത്തുക്കുടിയിലുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഉണ്ട് തമിഴ്നാട്ടിൽ. പക്ഷെ ഇതിപ്പോൾ ഓപ്പൺ ആണോന്ന് അറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലത്തെ ഡോർമെട്രിയിൽ താമസിക്കുന്നുണ്ട്. അത് ഈ തൊട്ട് മുന്നിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ നേരെ അവിടേക്കാണ് പോകുന്നത്. ഇവിടെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ളത്. അതിൻ്റെ ഈ തൊട്ട് ഇവിടെയാണ് ഡോർമെട്രി എന്നൊക്കെ എഴുതി കണ്ട. ഇനിയിപ്പോൾ ഇവിടത്തോട്ടാണ് പോകുന്നത്. ഇവിടെ തന്നെ ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട്. 150 രൂപയാണ് 12 മണിക്കൂറിന്. പിന്നെ വരുന്ന സമയത്ത് 25% എക്സ്ട്രാ കൊടുക്കണം. അതൊക്കെ നമുക്ക് മുകളിലെത്തിയിട്ട് പറയാം. ഇനിയിപ്പോൾ നേരെ ഈ ഒരു സ്റ്റെപ്പ് വഴി നടന്നിട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോർമെട്രിയൊക്കെ വരുന്നത്. ഇവിടെ ഡോർമെട്രി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം പോവാം. ക്യാബിൻ ടൈപ്പിലാണ് ഇവിടെ ഈ ഒരു ഡോർമെട്രി വരുന്നത്. അവിടെയാണ് നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. കോമൺ ആണ്. ഇന്ത്യൻ ടൈപ്പും ഉണ്ട്, വെസ്റ്റേൺ ടൈപ്പും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. ഇവിടെയാണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. നമ്മുടെ ബെഡ് വരുന്നത് 2ഉം 3ഉം ആണ്. ഇത് നവീൻ്റെത്, ഈ തുറക്കുന്നത്. തുറന്നോളൂ. അതുപോലെ തന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ സ്വന്തമായിട്ട് എന്താ പറയുക, ചാവിയോ കീ ഒന്നും കൊണ്ടേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് കിട്ടും, എല്ലാം കിട്ടും. അത് എന്തായാലും ഒരു ഉപകാരം തന്നെ. തീർച്ചയായും നമുക്കിനിപ്പോൾ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഏറ്റവും ഉപകാരം തന്നെയാണ്. ഒരു ബെഡുണ്ട്, ഒരു പില്ലോ ഉണ്ട്, പിന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ കിട്ടും. നവീൻ്റെ ആയില്ലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കർട്ടൻ ഇല്ല കേട്ടോ. അത് പകലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഒരു ഫാനുണ്ട്, ചാർജ് ചെയ്യേണ്ട ഒരു സംവിധാനമൊക്കെ ഉണ്ട്. എൻ്റെ ഇതാണ് 3. ഇവിടെ ഓൾറെഡി എനിക്ക് കർട്ടൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇത് ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതായി ഇവിടത്തേക്ക് വിളിച്ചോ ഇത് നടക്കൂല. ഈ കാണുന്നത് ഇത് തന്നെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ളത്. പിന്നെ ഇവിടെ ഇത് ലൈറ്റിൻ്റെയാണ്, ഫ്ലിക്കറിങ് ഉണ്ട്, അതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ ഫാനിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഓവറാൾ ഇങ്ങനെയാണ്. എനിക്ക് ഒരു തരാണെങ്കിൽ കൂടെ എക്സ്ട്രാ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതെന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ സൗകര്യമൊക്കെ ഇത്രയാണ്. പ്രൈവസിയൊക്കെ നല്ല ഇങ്ങനെയുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഇടാനുള്ള ഈ ഒരു ഇതും ഉണ്ട്. പിന്നെ ഇവിടെയും ഉണ്ട്. ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടലി നല്ല പ്രൈവസിയാണ്. ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ 12 മണിക്കൂർ ഇവിടെ ഈ ഒരു തൂത്തുക്കുടി വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ക്യാബിൻസ് ഉണ്ട്. ഇവിടെ ഇത്രയും ക്യാബിൻസ് ഉണ്ട്, 8 ക്യാബിൻസ് ഉണ്ട്. 8 ക്യാബിൻസിൽ ഇപ്പോൾ ആകെ
നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും കാലിയാണ്. അല്ലെങ്കിൽ ഇവിടെ എനിക്കൊന്നും ഇവിടെ വലിയ ആൾക്കാർ വരുന്നില്ല. കാരണം അങ്ങനെ എന്താ പറയുക, അധികം റഷ് ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് തൂത്തുക്കുടി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുന്നത് എന്തോ ഒരുപാട് യാത്രക്കാർക്ക് എന്തായാലും നല്ല രീതിയിൽ ഉപകാരപ്പെടും. തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തി ഈ ഒരു ഡോർമെട്രീനെ പറ്റിയിട്ട് ഇനി പറയാം. ഇത് ഓൺലൈൻ വഴിയില്ല, ഓഫ്ലൈൻ വഴിയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ പോകേണ്ടത് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്കാണ്. അവിടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും, അത് ഫില്ല് ചെയ്യുക. അതെടുത്തിട്ട് നേരെ നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലമില്ലേ നമ്മുടെ ബുക്കിംഗ് കൗണ്ടർ, അവിടത്തോട്ട് പോവാം. അവിടെ പോയിട്ട് അവർക്ക് അത് കൊടുത്തതിന് ശേഷം അവർ നമുക്ക് വേറൊരു ടിക്കറ്റ് തരും. അതായത് നമ്മുടെ പ്രൈസ് അടച്ചിട്ടതിന് ശേഷം എത്രയാണ് ഇതിന് വരുന്നത് ആ പൈസയ്ക്ക് കൊടുത്ത് അവർ നമുക്ക് ഒരു ടിക്കറ്റ് തരും. ആ ടിക്കറ്റ് എടുത്ത് വീണ്ടും സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് പോവുക. അവിടെ പോയിട്ട് അതും ആ 2 ഫോമില്ലേ, അതായത് ആദ്യം നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ എടുത്ത് കിട്ടിയ ആ ഒരു ഫോമും ഇവിടുന്ന് കിട്ടിയ ഒരു ടിക്കറ്റും കൊടുത്തിട്ട് വരുമ്പോൾ അവർ നമുക്ക് ഈ ഡോർമെട്രീൻ്റെ കീ തരും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ഓൺലൈൻ ഇല്ല, ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ. കൺഫേം ആയി ടിക്കറ്റ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കും ടിക്കറ്റ് ഇല്ലെന്ന് ചോദിക്കും നമ്മളോട്. പിന്നെ നമ്മൾ ഈ ഓഫ്ലൈൻ എടുത്ത ടിക്കറ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ റിട്ടയർ റൂമിലുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുമോ സമയത്ത്, ഇതിന് മുന്നേ നമ്മൾ കന്യാകുമാരിക്ക് പോയ സമയത്ത് നമുക്ക് കിട്ടിയില്ല. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് റഷ് ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ റൂം അവൈലബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടി. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് 25% എക്സ്ട്രാ എന്ന് പറഞ്ഞില്ല 12 മണിക്കൂറിന് ശേഷം. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് 12 മണിക്കൂർ മാത്രമാണ് നമുക്ക് തന്നത്, 150 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ഇനിയിപ്പോ 12 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു 12 മണിക്കൂർ വേണമെന്ന് വെച്ച് നമ്മൾ എക്സ്ട്രാ ഒരു 25% കൊടുക്കേണ്ടി വരും. അപ്പം 150 രൂപയല്ല അടുത്ത 12 മണിക്കൂറിന് ഈടാക്കുക, അത് 190 രൂപയാണ് ഈടാക്കുന്നത്. അപ്പൊ ആദ്യത്തെ 12 മണിക്കൂറിന് 150, രണ്ടാമത് വീണ്ടും 12 മണിക്കൂർ വേണമെങ്കിൽ 190 ഇവിടുത്തെ തൂത്തുക്കുടിയിലത്തെ ആ ഒരു ഡോർമെട്രീന്റെ ചാർജ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി 24 മണിക്കൂർ വേണമെങ്കിൽ അപ്പൊ എന്താ പറയാ, മിക്കവാറും 190 പ്ലസ് 150 340 രൂപയായിരിക്കും അവർ ഈടാക്കുക. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 150 പ്ലസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയാ 300 രൂപയ്ക്ക് 24 മണിക്കൂർ വരുന്നത്. അതല്ല 340 ആയിരിക്കും വരും. അത് ഇവിടുത്തെ മാത്രം ഒരു എന്താ പറയാ ഒരു അവരെ സ്റ്റേഷന്റെ ഒരു ഫോർമാലിറ്റീസ് ആയിരിക്കാം. അല്ല, അത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. കാരണം നല്ല പ്രൈവസി ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വന്ന് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാം കേട്ടോ. അതെ, പുറത്തിപ്പോ റൂം എടുക്കണമെങ്കിൽ 100-800 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. തീർച്ചയായും. ഇനിയിപ്പോ നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ഇനി ഒരു ബാൽക്കണീന്റെ ഭാഗത്തേക്ക് പോവാം. പ്രത്യേകിച്ച് വലിയ വ്യൂ ഒന്നുമില്ല കേട്ടാ, ഈ ഒരു റൂഫ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഇവിടുത്തെ പുതിയ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച. അവിടേക്ക് എന്തൊക്കെയോ ഉണ്ട്, വലിയ വലിയ ബിൽഡിങ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചെറിയൊരു സ്റ്റെപ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് കുറച്ച് ട്രെയിനുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒരു ലോങ്ങസ്റ്റ് ട്രെയിനാണ് ഉള്ളത്. തൂത്തുക്കുടിയിൽ നിന്ന് ഓക്കയിലേക്ക് പോകുന്ന ഒരു വിവേക് എക്സ്പ്രസ്. വിവേക് എക്സ്പ്രസ് തന്നെയാണ് ഇവിടുന്ന് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ബാക്കി എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, ഒരു നൈറ്റ് മാത്രമുള്ള വണ്ടികൾ. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വണ്ടിയുണ്ട്, നമ്മുടെ പാലക്കാട് നിന്ന് തൂത്തുക്കുടി വരുന്ന പാലരുവി, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ചെന്നൈ എക്മോറിലേക്ക് പോകുന്ന പേൾ സിറ്റി മുത്തുനഗർ എക്സ്പ്രസ്, അതിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് പ്രധാനപ്പെട്ട വണ്ടി. പിന്നെ നിങ്ങൾ കണ്ടില്ലേ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ഒരു വണ്ടി, അത് നമ്മുടെ മൈസൂരേക്ക് പോകുന്ന ഡെയിലി ആയിട്ടുള്ള വണ്ടി. ഇത്രയും വണ്ടികളാണ് പ്രധാനപ്പെട്ട, ഈ പറഞ്ഞ 4 വണ്ടികളാണ് തൂത്തുക്കുടിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന വണ്ടികൾ. ഇതിന്റെ മുകളിൽ കയറി നിന്ന സമയത്ത് തന്നെ നല്ല ചൂട് കിട്ടാം, അതുപോലെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കടലിന്റെ സൈഡിലല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ തൂത്തുക്കുടിയുടെ ഈ റെയിൽവേ സ്റ്റേഷനോട് ഭാഗപ്പെട്ടെടുക്കുന്ന കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത്, ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്, അതും ഒരു വെയിലത്ത്. വെൽക്കം ടു പേൾ സിറ്റി. ഇനിയിപ്പോൾ ഈ ഒരു വഴി തന്നെയാണ് ഞങ്ങൾ നടന്നിട്ട് പോകുന്നത്. കുഴപ്പമില്ല, ആ ഒരു ഭാഗത്തേക്ക് മരത്തണലുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല. ഇതുവഴി നടക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഓട്ടോ ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന്. നമുക്ക് ഓട്ടോ ഒന്നും വേണ്ട, കാരണം ഓട്ടോയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം കാണാൻ പറ്റില്ലല്ലോ. നടന്നു പോകുമ്പോഴല്ലേ മുഴുവനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാമറയിൽ പകർത്താൻ പറ്റുള്ളൂ. ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കടകളാണ് ഉള്ളത്, അല്ലാതെ വലിയ ഹോട്ടലുകളൊന്നും ഇല്ല. ഒരു ടൈപ്പ് വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഷെയർ വണ്ടിയാണ് കൂടുതലും. പോകുന്ന വഴിയിൽ തന്നെ ഒരു പള്ളി കണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്, കാരണം ആ ഭാഗത്ത് ഒരുപാട് തണലുണ്ട്. ചൂടുന്ന് രക്ഷ നേടാൻ നമുക്ക് തണൽ കാണുന്ന എവിടെയാണോ അവിടെയൊക്കെ ആൾക്കാർ പോകും. അത്യാവശ്യത്തിന് വലിയൊരു പള്ളി തന്നെയാണ്. ഈ പള്ളീൻ്റെ പേര് വരുന്നത് സാക്രഡ് ഹേർട്ട് കത്തീഡ്രൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷന് ബാക്കി ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. നമ്മുടെ ഈ തൂത്തുക്കുടി ബീച്ചൊക്കെ ഇല്ലേ, ആ ഒരു എത്തുന്നതിന് ഭാഗത്ത് തന്നെയാണ് നമ്മൾ നേരെ പോകുന്നത്.
ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് തന്നെ പോകുന്നത് നേരെ തൂത്തുക്കുടി ഫിഷിംഗ് ഹാർബർ ഭാഗത്തേക്കാണ് പോകുന്നത്. കാരണം ആ പോകുന്ന വഴി തന്നെ നമുക്ക് വേറൊരു പള്ളി കൂടെ കാണാനുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ 2 പള്ളി നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് അതിലൂടെ ബസ്സൊക്കെ പോകുന്നതാ. തൂത്തുക്കുടി എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരമാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഒരുപാട് കസ്റ്റംസിൻ്റെ ഓഫീസുകളുണ്ട്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ SP ഉണ്ട്, ഒരുപാട് ബാങ്കൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഈ ഒരു വഴി തന്നെയാണ് നേരെ. ഇവിടത്തേക്ക് വരുമ്പം പിന്നെ അധികം തണലൊന്നുമില്ല, നല്ല ചുട്ട് പൊള്ളുന്ന വെയിൽ. നമ്മൾ നടന്നിട്ട് ഏകദേശം അവിടെ എത്താനായിട്ടോ. പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടു. തിരിച്ച് പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ നോക്കാം. ഇപ്പം സമയം ഒരു 12 മണി ആയതല്ലേ ഉള്ളൂ. ഈ വരുന്ന വഴിക്ക് തന്നെ കാര്യമായിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റുകളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളിനിപ്പോൾ അവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഒരു 12:45 ആവും. ആ ഒരു സമയത്ത് ഡയറക്റ്റ് അവിടെ കയറി നോക്കാം. തൂത്തുക്കുടി ഫിഷിംഗ് ഹാർബറാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. ഇതൊന്നും ഇപ്പോൾ ഒന്നും പോകുന്നില്ല കേട്ടോ, ഓൾറെഡി ഇവിടെ കെട്ടി വെച്ച് തന്നെയാണ്. എല്ലാം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളല്ലേ. അങ്ങ് അവിടെയാണ് കടൽ. അങ്ങ് അതിലൂടെ ഒരു വലിയൊരു ബോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആരുമില്ല. എത്ര ബോട്ടുകളാണെന്ന് നോക്കിയേ. അധികം സൈഡിലോട്ട് പോകുന്നില്ല കേട്ടോ, നല്ല താഴ്ചയുണ്ട് ഇവിടെ, നല്ല കാറ്റും. ഈ വെയിലൊക്കെ നടന്നു വരുമ്പോൾ ഈ ഒരു കാറ്റ് കൊള്ളുമ്പോൾ കിട്ടുന്നൊരു സുഖം എൻ്റെ അമ്മ. ഇതാണ് ഇവിടുത്തെ ഒരു 360 വ്യൂ. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ മത്സ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പല ഇതിലായിട്ട് കൊണ്ടുവന്ന് ചെറിയ ചെറിയ വണ്ടികളൊക്കെയാണ്. പിന്നെ അങ്ങ് നമുക്ക് അവിടെ തന്നെ ഒരു വലിയ ഫാക്ടറി ഒക്കെ കാണേണ്ടതാ. അതുപോലെ തന്നെ നമ്മുടെ തൂത്തുക്കുടിയിലുള്ളത് തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോർട്ടും ഉണ്ട്, അതായത് തുറമുഖം ഉള്ളത് തൂത്തുക്കുടിയിലാണ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നാണ് തൂത്തുക്കുടി. VOC പോർട്ട് എന്ന് പറയും. നമുക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ തന്നെ വീഡിയോ ചിത്രീകരിക്കാൻ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടുന്ന് എനിക്കൊരു 6 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഡിസ്റ്റൻസ്. ബസ് കിട്ടും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോവാം. തൂത്തുക്കുടി ഹാർബറിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഇപ്പോൾ ഒരു ആളനക്കും ഇല്ലല്ലോ. ഒച്ചപ്പാടും ബഹളമൊക്കെ ഒന്നെങ്കിൽ രാവിലെയും വൈകിട്ടും ആയിരിക്കാം. ആ ഒരു മീനൊക്കെ പിടിച്ച് വരുന്ന സമയത്തായിരിക്കുമല്ലോ കൂടുതലും ഒരു റഷ് ഉണ്ടാവുക. ഇതൊക്കെ ഇവിടെ വരെ പോയിട്ടുണ്ടാവുമല്ലേ കടലിൻ്റെ. എത്ര ബോട്ടുകൾ. ഇനി ഞങ്ങൾ ആ വന്ന അതേ വഴി തന്നെയാണ് തിരിച്ചു പോകാനുള്ളത്. ആ വന്ന വഴി തന്നെയാണ് വലിയൊരു പള്ളിയൊക്കെ ഉള്ളത്, അതും കാണണം. നടന്നിട്ട് പോയാലേ നമുക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലേ പിന്നെ നമുക്ക് 2 വീലർ വേണം അല്ലേ നവി? അല്ല, ഇവിടെ പിന്നെ അങ്ങനെ റെൻ്റൊന്നും കിട്ടുന്നില്ലല്ലോ. 2 വീലർ വേണം. ഓട്ടോ ഒന്നാക്കിയിട്ടൊന്നും നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല, നല്ല എമൗണ്ട് ആവുമല്ലോ. ഇത് ബസ് റൂട്ടാണേ, ഇത് ബസ്സൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്, ബെൽ ഹാർബർ റെസ്റ്റോറൻറ്റ് എന്നാണ്. അവിടുന്ന് ഞങ്ങൾ ആസ് യൂഷ്വൽ എപ്പോഴും കഴിക്കുന്ന ചിക്കൻ ബിരിയാണി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചിക്കൻ ബിരിയാണിക്ക് 220 രൂപയാണ്. കുറച്ച് കോസ്റ്റ്ലി ആണല്ലേ നവി? കണ്ടിട്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് നല്ലൊരു അല്ലേ തോന്നുന്നുണ്ടല്ലേ? ഈ വരുന്ന വഴിയിൽ നമ്മൾ അത്യാവശ്യം പിന്നെ നമുക്ക് കയറാൻ പറ്റി. നമ്മളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ട നല്ലൊരു ഹോട്ടലാണ്. വരുന്ന വഴിക്ക് നമുക്കൊരു വൃത്തി കൂടെ നോക്കണമല്ലോ, പണി കിട്ടാൻ പാടില്ലല്ലോ. തീർച്ചയായും 2 ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞ ബിരിയാണി വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ലുണ്ട് കേട്ടോ, ഒരു മുട്ടയൊക്കെ ഉണ്ട്. നവി എടുത്ത് അതിലേക്ക് ഇടുകയാണ്. ചിക്കൻ അതിൻ്റെ താഴെ ഉണ്ടാവും, 2 പീസ് ഉണ്ടാവും മിക്കവാറും. ചെറിയ പീസാണല്ലേ, ചെറിയ പീസാണ്. അപ്പോൾ ഒരു 4-5 പീസ് ഉണ്ടാവും മിക്കവാറും. ഇവിടെ ഒന്ന് കാണുന്നുണ്ട്. ഈ ബിരിയാണീൻ്റെ കൂടെ തന്നെ നമുക്ക് സാലഡ് ഉണ്ട് കേട്ടോ, ഈ ഉള്ളിൻ്റെ ഈ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു ഗ്രേവിയും ഉണ്ട്. മിക്കവാറും എന്തെങ്കിലും ചിക്കൻ്റെ ആയിട്ടും ഗ്രേവി ആവാനായിരിക്കും ചാൻസ്. അത് ട്രൈ ചെയ്യുന്നില്ല. പിന്നെ പീസ് ഇതാ ചെറിയ പീസാണ്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിറങ്ങി. പക്ഷേ പറയുമ്പോൾ എന്തായാലും എന്ന് പറയണമല്ലോ, കത്തി റേറ്റാണ്. ഏകദേശം ഒരു 450 രൂപേൻ്റെ അടുത്ത് ടോട്ടൽ ഇപ്പോൾ ആയി. പക്ഷേ നല്ല ഭക്ഷണമാണ്.
നമ്മളിപ്പോൾ പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നല്ല ഭക്ഷണം കൂടെ കഴിക്കണ്ടേ അല്ലേ? അല്ല, പുറത്തുനിന്ന് എവിടെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് നോക്കി കഴിക്കുവാണെങ്കിലോ പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട അപ്പുറത്തായിരിക്കും ചിലപ്പോൾ എന്താ പറയാ ഹോസ്പിറ്റൽ ചെല്ലുന്നത്. അതായത് ഈ 450 പകരം ചിലപ്പം ഒരു നല്ല റേറ്റ് ആവും. പിന്നെ അതിനെ കുറിച്ച് പറയുന്നില്ല. നമ്മളിനിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഏകദേശം എത്താനായി. ഇതാണ് ആ ഒരു പള്ളി. നല്ല പൊടിയാണ് ഇവിടെ. ആ പള്ളിയുടെ വലിയൊരു ഭാഗം കാണുന്നത് ഇതാണ്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ഔർ ലേഡി ഓഫ് നോസ് ബസിലിക്ക എന്നാണ് ഈ ഒരു പള്ളിയുടെ പേര്. അതായത് തമിഴ് പറയുവാണെങ്കിൽ പരിശുദ്ധ പരിമയ മാതാ ദേവാലയം എന്ന് പറയും. നമുക്കിതിൻ്റെ പ്രാർത്ഥനാ ഹാളൊക്കെ ഇതിൻ്റെ ഭാഗത്ത് തന്നെ വരുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് ഈ ക്യാമറയൊന്നും എടുത്ത് പോകുക അത്ര ശരിയല്ലല്ലോ. നമ്മൾ ഈ ഒരു ചുറ്റുപാടൊക്കെ മുഴുവനും ജസ്റ്റ് ഒന്ന് വലമൊക്കെ വെച്ചിട്ട് വരാമെന്ന് കരുതി. എന്നിട്ട് നേരെ അതുവഴി തന്നെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അത് ഉച്ച സമയത്തായതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്തത്. പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. ഇതിലൂടെ ബസ്സൊക്കെ പോകുന്നതാ. ഷീല എന്നാണ് ആ ബസ്സിൻ്റെ പേര്. തിരുച്ചെന്തൂർ തൂത്തുക്കുടി. അപ്പോൾ ഇതിപ്പോൾ തിരുച്ചെന്തൂരിൽ നിന്ന് വരുന്ന വണ്ടിയായിരിക്കും അല്ലേ? ഇവിടുന്ന് ആരും കാണുന്നില്ല. എനിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് ആളെ എടുത്തിട്ട് തിരുച്ചെന്തൂർ പോകാനുള്ള വണ്ടിയായിരിക്കും. ഒന്നും അറിയില്ല. അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ കഴിച്ച ഹോട്ടലില്ലേ, അതങ്ങതാ അവിടെയാണ്. അവിടെ നേരെ കാണുന്ന ഇവിടെ തന്നെയാണ് ഈ ഒരു ചർച്ച ഉള്ളത്. നമുക്ക് റോഡിൽ തന്നെ നമുക്ക് ഈ ഒരു പള്ളിയുടെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെയാണ് പ്രാർത്ഥനാ ഹാള്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തൂത്തുക്കുടിയിലെ ബീച്ച്, മുത്തുനഗർ ബീച്ച്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. നവീൻ മാപ്പൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. 1 കിലോമീറ്റർ. നമുക്ക് ഇതുവഴി തന്നെ നടക്കാം. നമ്മളീ നടന്നു വരുന്ന വഴിക്കുള്ള ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇത് ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെയേ ഉള്ളൂ. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ തന്നെ ചെറിയൊരു കോവിൽ കൂടിയുണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും ഉള്ളത്. ഇതേ വഴി തന്നെയാണ് ബീച്ചിലേക്ക്. പേൾ ബീച്ച്, മുത്തുനഗർ കടൽക്കരൈ. അതായത് മുത്തുനഗർ ബീച്ചാണിത്, നമ്മുടെ പേൾ സിറ്റിയിലത്തെ പ്രധാനപ്പെട്ട ഒരു ബീച്ച്. അടിപൊളി. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയ ടൈമിംഗ് ആണ് കേട്ടോ. നട്ടുച്ച സമയം 1 മണി കറക്റ്റ്. അടിപൊളിയല്ലേ? എല്ലാ ബീച്ചിലും ഞാനും മനു എത്തുന്ന സമയം നട്ടുച്ച സമയം. ഇവിടെ എന്തൊക്കെയോ കിട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. വലിയൊരു സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു ഇവിടെ. ഇതുവഴിക്ക് നടക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ മണൽ വഴി അധികം നടക്കുന്നില്ല. നടന്നെത്തൂല ഇന്നൊന്നും. കുറേ നേരം ചവിട്ടി നടക്കേണ്ടി വരും. അവിടേക്ക് ഇരിക്കേണ്ട സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഐ ലവ് അവിടെ വേറെ എന്തോ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് പോയി കാണണം. എന്താ സംഭവം? ഇതിങ്ങനെ അടിപൊളിയാണല്ലോ. ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോകാനൊക്കെ പറ്റില്ല ഇവിടെ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒരാളും ഇല്ല. വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം. അവിടെ ഐ ലവ് UTY എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെന്താ അങ്ങനെ? അതിന്റെ ടീ കാണുന്നില്ല. ടീ ഉണ്ടായത് നേരത്തെ. ഇതിൽ എവിടെ ടീ എവിടെ? ഇല്ലെങ്കിൽ 2T എന്നാണ്. ഐ ലവ് 2T. അത് ടീ ഇല്ല. പിന്നെ നമ്മുടെ ആ ഒരു പോർട്ടൊക്കെ ഇവിടുന്ന് കാണാണ്ടതാ. അവിടെയാണ് പോർട്ട് ഉള്ളത്. തൂത്തുക്കുടി പവർ സ്റ്റേഷനാണ് അങ്ങനെ കാണുന്നത്. അവിടെ ഒരുപാട് ഫാക്ടറികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. ഒരു മോശമായിട്ടൊന്നും തന്നെ ഇല്ല. ബീച്ചിൽ കയറിയ സമയത്ത് തന്നെ വളരെയധികം തിരമാല വളരെയധികം കാമായ പോലെ അല്ലേ? നല്ല രസമുണ്ട്. എന്താ അറിയില്ല, എന്തൊരു ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ബീച്ച്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ പോർട്ട് ഉണ്ടല്ലോ തൂത്തുക്കുടി, അങ്ങ് ലോങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കപ്പലാണെന്ന് തോന്നുന്നു അങ്ങ് കിടക്കുന്നത്. അതെ, അവിടെ ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. POC പോർട്ട്. അപ്പം ഇതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച. ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് കുളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുളിക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. ചൂടെടുത്ത ഒരു രക്ഷയില്ല. ആ സമയത്ത് ഈ ഒരു വെള്ളത്തിൽ പോയി മുങ്ങാനുള്ളൊരു ഇതറിയാമല്ലോ. അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ പറയുന്നില്ല. പിന്നെ അങ്ങ് അവിടെയാണ് ലൈറ്റ് ഹൗസ് ഉള്ളത്. കണ്ടതാ അവിടെ
അപ്പം എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്ന് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. പോകുമ്പോൾ തന്നെ 2 ലിറ്ററിൻ്റെ വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഡോർമെറ്റിൽ എത്തിയപാടും തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുടിക്കരുത്, കാരണം ഇപ്പം നല്ല വെയിലത്താണല്ലേ വന്നത്. ഒക്കെ വേർത്ത് കുളിച്ചു എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ തൂത്തുക്കുടി ജില്ലയിലാണ് നമ്മുടെ മുരുകന്റെ ആറുപ്പട വീടുകളൊന്നായ തിരുച്ചെന്തൂര് വരുന്നത്. അപ്പം ഞങ്ങൾ തിരുച്ചെന്തൂരൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാണ്. നമ്മുടെ മുരുകൻ കോവിലൊക്കെ വരുന്ന അവിടെയാണ്. ഇവിടുന്ന് 40 കിലോമീറ്റർ ദൂരമുണ്ട്. ട്രെയിനൊക്കെ കിട്ടുന്ന കുറവാണ്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ തന്നെ തൂത്തുക്കുടി ടു തിരുച്ചെന്തൂര് കിട്ടും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു തൂത്തുക്കുടിയുടെ കുറച്ച് കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നമ്മൾ ആ ഒരു പൊരി വെയിലത്താണ് നടന്നത്. നിങ്ങൾക്കറിയാമല്ലോ തമിഴ്നാടിൻ്റെ വെയിലിൻ്റെ കാഠിന്യൊന്നും പിന്നെ വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മളൊരു 10 മിനിറ്റ് നടന്നാൽ തന്നെ കുഴഞ്ഞു വീഴുന്ന തരത്തിലുള്ള വെയിലിൻ്റെ കാഠിന്യമാണ് ഇവിടെ. അതെ അതെ. അപ്പം ഈ ഒരു ഡോർമെറ്ററൊക്കെ എല്ലാവർക്കും എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല സേഫാണ്, അതുപോലെ തന്നെ ചീപ്പും കൂടെയാണ്. അത് ചീപ്പാണ്, എടുത്തു പറയാൻ പറ്റുന്നത് ചീപ്പാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയാണ്. ഇതിൽ കുഴപ്പമില്ല. ചീപ്പാന്ന് പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഗുണമേന്മ കുറവില്ല. അതൊന്നും ഇവിടെ ഇല്ല. തൂത്തുക്കുടി നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾക്ക് നടന്നു പോകാൻ പറ്റിയ സ്ഥലങ്ങൾ മാത്രമാണ് എക്സ്പ്ലോർ ചെയ്തത്. VOC പോർട്ടൊന്നും നമ്മളെ കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അതെ, അപ്പോൾ ഈ ഒരു കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് പോകും. ബൈ.